കൊച്ചിയെ ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങളിലൊന്നാണിത്. അന്ത്യമില്ലാത്ത ഈ ഭീതി തെരുവോരങ്ങളിൽ തെരുവ് നായയുടെ രൂപത്തിൽ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി. കൊച്ചിയിലെ തെരുവ് നായ ശല്യം ഏറ്റവും രൂക്ഷമായ മേഖലകളിലൊന്നാണ് പരവൂര്. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്രികന് നേരിടേണ്ടി വന്ന ദുരവസ്ഥ ഇത് വിളിച്ചോതുന്നതാണ്. ഞാൻ 2 വീലറിലായിരുന്നു. അവിടെ സ്ഥിരം ഒരു 10-25-30 പട്ടികൾ സ്ഥിരം ആ റൂട്ടിൽ ഇങ്ങനെ ലൈനിൽ കിടക്കാറുള്ളതാണ്. പക്ഷെ അന്ന് ഞാൻ ചെല്ലുമ്പോൾ എല്ലാ നായ്ക്കളും കൂടി ഈ റോഡിൻ്റെ നടുക്ക് കിടക്കുകയാണ്. ഇങ്ങനെ വണ്ടി നിർത്തി നായ്ക്കൾ എഴുന്നേറ്റ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു പട്ടി മാത്രം എഴുന്നേറ്റിട്ട് പെട്ടെന്ന് എൻ്റെ മുഖത്തേക്ക് ചാടി വരികയാണ് ഇത്. ചാടുന്ന സമയത്ത് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ തടുത്തപ്പോഴത്തേക്ക് ആ കയ്യിൽ കടിച്ചിട്ട് ഇത് നായനെ വിടുന്നില്ല, കടിച്ചിട്ട് കുടയണത്. ആ സമയത്ത് ഈ നായ ചെറുതായിട്ടൊരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ടാണോന്നറിയില്ല, വേറൊരു നായ ഈ സൈഡിലൂടെ വന്നിട്ട് ഈ സൈഡിൽ ചാടി വീണു. അപ്പം ഈ കൈ കൊണ്ട് തൊടുത്തു, എനിക്ക് ഇവിടെ ഇട്ടും കടി കിട്ടി. ഈ ജീവിതത്തിൽ ഇത്രയും വർഷത്തിനിടയിൽ ഒരു ഭയം ഇപ്പം എൻ്റെ മനസ്സിൽ കടന്നുകൂടിയേക്കണം ഇപ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ രാത്രി കിടന്നിട്ട് ഒന്ന് ശാന്തമായിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ എനിക്കിപ്പോൾ ഉണ്ട്. മോനെ കഴിച്ചിട്ട് ഇതേപോലെ ഒരു തെരുനായ, അത് പേ പിടിച്ച് പറ്റിയായിരുന്നു. ഒരു കടി കടിച്ചിട്ട് അത് വലിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിട്ടിട്ടില്ല. അപ്പൊ തലക്കിട്ട് ഒരു ഇടി വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അത് ഇട്ട്. ഇനി വടുതലയിലേക്ക് കടന്നാൽ അവിടെയും സ്ഥിതി മറ്റൊന്നല്ല. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ചിട്ട് 1 വർഷം പിന്നിടുന്നു. തെരുവുനായ ആക്രമണത്തിനിരയായ ഏബലിന് ഇപ്പോഴും ആ ഭീതി വിട്ടുമാറിയിട്ടില്ല. കളിക്കാറുന്നപ്പോ ഞാൻ എൻ്റെ വീട്ടോട്ട് പോയി. അപ്പൊ എന്നെ പട്ടി കടിച്ചപ്പോൾ ചെരുപ്പുണ്ട് എന്നെ എറിഞ്ഞി. അവിടുത്തെ മതില് ഇടിഞ്ഞു കിടക്കുന്ന ഏലി കൊച്ചുങ്ങൾ 2 പേരും കൂടി കളിച്ചോണ്ടിരിക്കുന്ന ഇടയിൽ എൻ്റെ മോൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുഞ്ഞ് കണ്ടു പട്ടി വരുന്നത്. അവൻ ഓടിക്കളഞ്ഞു. പക്ഷേ കുഞ്ഞ് കാണാഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ ബാക്കിൽ കൂടി വന്ന് കൊച്ചിൻ്റെ മുതുകത്ത് കയറി നിന്ന് കടിക്കുക ചെയ്തത്. അത് ഏകദേശം 6 പല്ലി ഉണ്ടായിരുന്നു. ഇപ്പോഴും പാടൊന്നും പോയിട്ടില്ല. പാടൊക്കെ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നത്. കയ്യിലും തോളിലൊക്കെ പാട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ആശുപത്രികൾ, പാർക്ക്, ബീച്ച് തുടങ്ങി പൊതുവിടങ്ങളെല്ലാം കൈയടക്കി വിലസുകയാണ് ഈ കൂട്ടർ. ആളുകളുടെ പുറകെ ഓടിച്ചിടും. കാറിൻ്റെ പുറകിൽ, ബൈക്കിൻ്റെ പുറകിൽ. ബൈക്കൊക്കെ ഈ ലേഡീസ് ട്രാവൽ ചെയ്ത് പോകണമെങ്കിൽ പട്ടികൾ പുറകെ വരുമ്പോൾ ചിലപ്പോൾ തീറ്റി വീണ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി വൈകുന്നേരം കഴിയുമ്പോൾ 10-25 പട്ടി ഒരു ഗ്യാങ്ങായിട്ട് വന്നവരാണ്. ശല്യം തന്നെയാണ്. അലക്ഷ്യമായ വിധം പൊതുസ്ഥലങ്ങളിൽ ഭക്ഷണം വലിച്ചെറിയുന്നത് മുതൽ വന്ധീകരണം ഉൾപ്പെടുന്ന ABC പദ്ധതികളുടെ പരാജയം വരെ തെരുവ് നായ്ക്കളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിക്കുവാൻ കാരണമായി. എന്തുതന്നെയായാലും തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കേണ്ടതും അതുവഴി പൊതുജനങ്ങളുടെ സൈര്യവും ആരോഗ്യപരമായ ജീവിതം ഉറപ്പാക്കേണ്ടതും ബന്ധപ്പെട്ട അധികാരികൾ തന്നെയാണ്. 2030 പേ വിഷബാധ ലോകത്തു നിന്ന് തന്നെ തുളച്ചു നീക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രഖ്യാപനം. അപ്പോഴും ഒരു ചോദ്യം, ഇനിയും എത്ര പേർ? ശരത്തമ്പാട്ടുകാവിനും മനോജ് മാൺശേരിക്കുമൊപ്പം സ്നേഹ ഓൺലൈൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.